ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എനിക്കറിയാം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കണമെന്നുള്ളത്. കാരണം എനിക്കറിയാമായിരിക്കില്ല, ഞാൻ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് എടുക്കാൻ പറ്റാത്തതെന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് കുറേ നാൾ കൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ Q&A എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എത്ര മാസമായി ഞാൻ അന്ന് എടുക്കണമെന്ന് വിചാരിച്ചു, ഒരാഴ്ച കൊണ്ട് എടുക്കണമെന്ന് വിചാരിച്ചു. അതുവരെയ്ക്ക് നടന്നില്ല, ഇപ്പോഴാണ് നടക്കുന്നത്. എന്തായാലും നമുക്ക് Q&Aയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ലാഗ് ആക്കുന്നുള്ള, കുറച്ച് ആൾക്കാർക്ക് ലാഗ് ആക്കുന്ന ഇഷ്ടമാണ്. എന്ത് ചെയ്യാൻ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, എനിക്കാണോ ബുദ്ധിമുട്ട്? അല്ലേ ഷോ മാറിപ്പോയി ബുക്ക് ചെറുതായിട്ട്. ബുക്കൊക്കെ എടുത്ത് ബുക്കിനകത്ത് എഴുതിയിരിക്കണം, കാരണം എനിക്ക് ഫോണിനകത്ത് നോക്കാൻ കണ്ണു വയ്യ, അതിൻ്റെ ഉള്ള തലവേദന എടുക്കും. വിക്സ് ഇട്ടില്ല, ഇത് കഴിഞ്ഞിട്ടാണ് ഇടാനായിട്ട്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട്? ഇത് ആക്ച്വലി ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും, സത്യമായിട്ടും ഞാൻ കാണിച്ചു തരാം. സ്വിസ് ബ്യൂട്ടിയുടെ ഇത് ആഡൊന്നും അല്ല കേട്ടോ, എനിക്ക് ഇതിനു മുമ്പേ നേരത്തെ കിട്ടിയതാ. ബട്ട് ഞാൻ ഇത് ജസ്റ്റ് എനിക്ക് പെൺപിള്ളേർക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ നോക്കി, ഇനി അകത്ത് ചെറിയ ക്യൂട്ട് പൂവൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. മുതുക്ക് മഴ വെളിയിൽ എനിക്ക് ഇതിന്റെ ഇപ്പൊ രണ്ടാമത്തെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയി, ഞാൻ ലാഗ് ആക്കുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിങ്ങനെ ഫാമിലി സിബ്ലിങ്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം പൊന്നൂസ്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സിബ്ലിങ്സ് ആയിട്ട് ആരുമില്ല, ഞാൻ ഒറ്റ മോളാണ്. അവർ പറയണ ഒന്ന് കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലെന്നാണ്. അപ്പൊ ഇനി അപ്പം ഫാമിലി എന്ന് പറയുമ്പോൾ അമ്മ അച്ഛൻ അത്രേ ഉള്ളൂ, വേറെ ഫാമിലി എന്ന് പറയാനായിട്ട് ആരുമില്ല. ഓക്കെ, പിന്നെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഫീൽ എങ്ങനെയായിരുന്നു അശ്വതി ചോദിച്ചാണ്. ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ആ സമയത്ത് ഇനി ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് സബ്ബേ ഉള്ളായിരുന്നു. ഓക്കെ, ആ സമയത്ത് ഫീൽ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി 1 മില്യൺ അടിച്ച് എനിക്കൊരു ഫീലായിരുന്നു. 1 മില്യൺ വീഡിയോസ് ഒക്കെ, 1 മില്യൺ ഫോളോവേഴ്സ്, 1 മില്യൺ സബ്സ്ക്രൈബർ ഉള്ള ഒരാൾ വീഡിയോ എങ്ങനെ ഇടും, അമ്മാതിരി ഒരു ഫീലായിരുന്നു എനിക്ക്. ലൈക്ക് ഞാൻ യൂട്യൂബർ അയ്യാ. അതുമല്ല സത്യം പറയട്ടെ, എനിക്ക് ആ സമയത്ത് ഒരുമാതിരി കോമഡി ആയിരുന്നു എൻ്റെ വീഡിയോ തന്നെ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടടാ, ഈ അക്കൗണ്ടിലല്ല, വേറെ അക്കൗണ്ട് എനിക്ക് ഉണ്ടായിരുന്നു യൂട്യൂബ്. അപ്പൊ ആ ടൈമിൽ ഞാൻ ചെയ്യുമായിരുന്നു. ആ ടൈമിൽ എൻ്റെ ഫോൺ എനിക്ക് അത്രയ്ക്ക് ക്ലാരിറ്റി ഉള്ള ഫോണല്ലായിരുന്നു, അപ്പം അധികം ആൾക്കാരിൽ എത്തിയിട്ടില്ല. അതുമല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ വ്ളോഗിങ് ടൈപ്പും അല്ലാത്ത എന്താ പോസിറ്റീവ് കണ്ടന്റ്സ് ആയിരുന്നു ഫുള്ള്. ഇപ്പൊ നെഗറ്റീവ് ചെയ്യുന്നല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഷെയർ ചെയ്യുന്നു, അപ്പൊ അതൊരിക്കലും നെഗറ്റീവ് ആവത്തില്ല. ഓക്കെ, അതായിരുന്നു എൻ്റെ ഫീലിങ്സ്. ഫസ്റ്റ് ഇട്ട ടൈമിൽ ഞാൻ ഭയങ്കര ഇങ്ങനെ ഷോ എന്ത് ചെയ്യാൻ, ആരാധകർ ശാന്തരാകൂ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വീഡിയോ എടുക്കുമ്പോൾ കൂടെ ഉണ്ടാവുന്നത് ആരാ? ഏഞ്ചൽ എന്ന് ഞാൻ പറഞ്ഞില്ല കൂടെ ഉള്ളത്. ഏഞ്ചൽ നെയ്യും ഏഞ്ചൽ ഓഫ് 07 എന്നാണ് കിടക്കുന്നത്. കൂടെ എൻ്റെ ഉണ്ടാവാറുള്ളത് ഒരാളാണ്. ഓരോ നേരം ഓരോ ആൾക്കാരുടെ ഇരിക്കും. ചില സമയമൊക്കെ അമ്മ അച്ഛനൊക്കെ ഇരിക്കും, മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്താ പറയാ, എനിക്ക് ചില സമയം എനിക്ക് ആരും ഇരിക്കുന്ന ഇഷ്ടമില്ല. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ചില സമയം പറയുന്ന ടൈം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ചുറ്റുപാടും അത് എനർജി ഭയങ്കരമായിട്ടും കേട്ടോണ്ടിരിക്കണം, നിങ്ങൾക്ക് പോലും അത് ഫീൽ ചെയ്യാൻ പറ്റും ചില ടൈം. എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അതാ പറയാം. അപ്പൊ ഞാൻ അങ്ങനെ ഡേഞ്ചർ സംഭവങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ എൻ്റെ കൂടെ ആരും ഇരുത്താറില്ല. ഓക്കെ, അപ്പൊ വിച്ച് സ്റ്റോറി, നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റോറി മേഡ് യു സ്കേർഡ് ദ മോസ്റ്റ് വൈൽ ടെല്ലിങ് ഇറ്റ്? ഡേവിസ് ജോസഫ്. എടാ, ഒന്നാമത്തെ കാര്യം, എനിക്ക് സ്റ്റോറി പറയണ ടൈം എനിക്ക് പേടി കാണത്തില്ല. കാരണം ഞാൻ അത് ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നിങ്ങളോട് പറയണേ. പണ്ടാരെ ഞാൻ എന്റെ മുടി ഉണ്ടല്ലേ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഞാൻ പറയുന്നത്. അപ്പം ആ അനുഭവിച്ച സമയത്ത് എനിക്ക് പേടിയായിരിക്കും. ഈ സ്റ്റോറീസ് ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റോറീസും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ടൈമിൽ ഞാൻ പേടിച്ചിട്ടുള്ള ഒരാളാണ്. ഈ പറയുന്ന ടൈമിൽ അയ്യോ കോമഡി ആയിരുന്നു എൻ്റെ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിലും ആ എക്സ്പീരിയൻസ് ചെയ്ത ടൈമിൽ ഞാൻ എൻ്റെ മുട്ടിടന്ന് ഇടിക്കുകയായിരിക്കും. അങ്ങനെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം, ഞാൻ അധികം ലാഗ് ആക്കുന്നത് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് ഏജ് യു സ്റ്റാർട്ടഡ് സീയിങ് ഗോസ്റ്റ് ആൻഡ് ബ്ലാക്ക് ഷാഡോസ്? ഐശ്വര്യ ആണെന്ന് തോന്നുന്നു. കാരണം ഞാനല്ല എഴുതിയത്, എനിക്ക് എഴുതാനായിട്ട് എനിക്ക് പെയിൻ അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എഴുതിയ. അപ്പം എത്ര വയസ്സിലാണ് ഞാൻ ഇങ്ങനത്തെ ഗോസ്റ്റും ബ്ലാക്ക് ഷാഡോസും കണ്ടു തുടങ്ങിയെന്ന ആള് ചോദിച്ചിട്ടുള്ളൂ. ഓണല്ലേ ഇത്, ലാസ്റ്റ് കോമഡി ആയിരിക്കും നോക്കുമ്പോൾ. അപ്പം എത്ര വയസ്സ് കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഏജ് ഒന്നും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 12th ടൈമിലാണ് ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. എൻ്റെ ഇങ്ങനെ പറയാം, എൻ്റെ അമ്മൂമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ വൺ ഡേ, എനിക്കൊന്ന് ഒരു ദിവസം പെട്ടെന്ന് ഒരു കുറേ ബ്ലാക്ക് ഷാഡോസ്
ഇങ്ങനെ ഫോഗ് ടൈപ്പിൽ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് എനിക്കിത് കാണാൻ പറ്റുന്നതും. ഓക്കെ, അപ്പം അതിൻ്റെ സ്റ്റോറി ആർക്കെങ്കിലും വേണോ? ലൈക്ക് അതിൻ്റെ സ്റ്റോറി എന്നല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രീം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഇത് കാണാൻ തുടങ്ങിയതും. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, എനിക്ക് ഈ മരിച്ചുപോയവര് എനിക്ക് എനിക്കറിയാന്നുള്ള ഈ അമ്മൂമ്മയൊക്കെ ഞാൻ മരിച്ചതിന് ശേഷം കണ്ടിട്ടുണ്ട്. ലൈക്ക് ഡ്രീമിലൂടെ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഡ്രീമിലൂടെ കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റത്തില്ല ഇവരൊന്നും എനിക്കറിയാന്നുള്ളത്. പെട്ടെന്ന് എനിക്ക് ഇതിനകത്തൊരു കാറ്റടിച്ച് തേക. അപ്പം കാറ്റടിക്കൊരു ചാൻസ് ഇല്ല, കാരണം എന്താണെന്നറിയോ, ഇവിടെ ഫുള്ള് ലോക്ക്ഡൗൺ. എങ്ങനെ കാറ്റടിക്കുന്നത്? ഓക്കെ, അപ്പം ഞാൻ ആ ഡ്രീമിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ മറ്റു ഡ്രീം പറയത്തില്ല, ഫസ്റ്റ് കണ്ട ഡ്രീം ഞാൻ പറയത്തില്ല, ഇപ്പോഴൊന്നും പറയത്തില്ല. കാരണം എനിക്കത് ഇപ്പോഴും ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ആ ഡ്രീം. കാരണം അത്രയും ആഗ്രഹിച്ച ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം കണ്ടപ്പോൾ അപ്പം ഞാൻ വേറൊരു ഡ്രീമുണ്ട്, ലൈക്ക് അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. അപ്പം ഈ 2 ഡ്രീമും കണ്ടത് ഒരു 1 to 2 വീക്സിൻ്റെ ഒരു ഗ്യാപ്പിലാണ് കണ്ടത്. ഫസ്റ്റ് ഡ്രീം കണ്ടത് സ്റ്റിൽ എനിക്ക് ആ മെമ്മറി ഇപ്പോഴും നേരിട്ട് കണ്ടതുപോലെ എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, ഈ മരിച്ചുപോയി അമ്മൂമ്മയെ ഞാൻ കണ്ടു, ഡ്രീമിൽ കണ്ടു, സംസാരിച്ചു, അത്ര തന്നെ. അപ്പം അതാ. അപ്പം എനിക്കൊന്ന് 12th ആണെന്ന് തോന്നുന്നു, മരിച്ച ടൈം 12th ആണ്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്പ്രോ കോളേജ് ഫ്രണ്ട് ആണോ നെയ്ബർ ആണോ? ക്രിസ്പ്രോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മാത്രമല്ല, ക്രിസ്പ്രോ കോളേജ് ഫ്രണ്ട് അല്ല, കോളേജ് ഫ്രണ്ട് അല്ല. നെയ്ബർ ആണോ? നെയ്ബറും അല്ല. വിസാസി ഇവിടെ അല്ലേ പൊന്നു, 2 അക്കൗണ്ട് ഉണ്ട്, ഏത് അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്നെ അറിയാം, ഓരോ അക്കൗണ്ടിൽ നിന്ന് വരും. ഓക്കെ, അപ്പം രണ്ടും അല്ല. അപ്പം അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, യൂട്യൂബ് ക്വിറ്റ് ചെയ്യണം എന്ന് തോന്നിയ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ അഞ്ജലി? യൂട്യൂബ് ക്വിറ്റ് ചെയ്യണമെന്ന മൊമെന്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ കുറച്ച് വീഡിയോസ് അടുപ്പിച്ച് ലൈക്ക് എൻ്റെ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്, ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് കമൻസ് കണ്ടപ്പോൾ എനിക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ ഒറ്റ ദിവസത്തിൽ പകുതി ദിവസമേ തോന്നിയിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഭവം ഞാൻ ഒരാളടുത്ത് പറയുമ്പം അവരൊരുമാതിരി എന്നെ തമാശയായിട്ടും അത് എനിക്ക് ഹാലൂസിനേഷൻ ആണെന്ന്, എനിക്ക് ഭ്രാന്താണെന്ന് കുറേ കമൻറ്റ് വന്നായിരുന്നു. ആ ടൈമിൽ എനിക്കങ്ങ് പോയി. ഞാൻ ആലോചിച്ചു, ഇവർക്കൊന്നും വിവരവും വിദ്യാഭ്യാസമൊന്നും ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇവിടെയായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച്, അതിനുശേഷം ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ 2-3 പോസിറ്റീവ് കമൻസ് ഉണ്ട്, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ചേച്ചി, ഞങ്ങളുണ്ട്, അറിയാമെന്നുള്ളവർക്ക് ഇത് അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, ഇത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ, അത് മൈൻഡ് ചെയ്യാതെ വിട്ടേര്, എന്തെങ്കിലും മോശമായിട്ട് പറയുകയാണെങ്കിൽ തിരിച്ചങ്ങ് പറഞ്ഞു വിട്ടേര്, അത്രയും തന്നെ പറയുള്ളൂ. അപ്പം ഞാൻ വെച്ചു, ഞാൻ എന്തിനപ്പം മിണ്ടായിരിക്കണം, എന്നെക്കുറിച്ച് ഒരാൾ എൻ്റെ കമൻറ്റിൽ, എൻ്റെ വീഡിയോയുടെ എൻ്റെ കമൻറ്റിനകത്ത് നിന്ന് ഒരാൾ മോശമായിട്ട് പറയുമ്പോൾ ഞാൻ തിരിച്ചവരെ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങി. തിരിച്ച് ഞാൻ തെറി വിളിച്ചു തുടങ്ങി, എന്നെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ഞാനും തെറി വിളിക്കും, അത്ര തന്നെ. വീട്ടിൽ കുഴപ്പമില്ല. പിന്നുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യാറില്ല. കാരണം എന്താ പറയുക, ഇങ്ങനെ ദേഷ്യം ഞാൻ ഇങ്ങനെ കമൻറ്റ് ഇങ്ങനെ കൂടെ പൊട്ടിച്ചെടി മറിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാറ്റി കമൻറ്റ്. ഞാൻ കമൻറ്റിനകത്ത് ഞാൻ റിപ്ലൈ എടുക്കാൻ പോകണ്ട, എന്തിനു വെറുതെ കാര്യമില്ല. അപ്പം അത്രയുള്ള അഞ്ജലി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, എട്ടുണ്ടല്ലേ. ചേച്ചി എങ്ങനത്തെ ഫോമിലാണ് ഈ എൻറ്റൈറ്റീസിനെ കണ്ടിട്ടുള്ളത്? ബ്ലാക്ക് ഫോക്സ് ആയിട്ട് മാത്രമാണോ അതോ ഏതെങ്കിലും ഷേപ്പ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനത്തെ രൂപങ്ങളെ കാണുന്നത് സ്മോക്ക് രീതിയിൽ മാത്രമാണോ അതോ ഷേപ്സ് കണ്ടിട്ടുണ്ടോന്നോ? എടാ, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടില്ലേ, ഞാൻ അങ്ങനെ കാണാറില്ല, ഓരോന്നും ഓരോ രീതിയിലാണ് കാണാറ്. ചിലത് എന്താ പറയുക, ഫോഗ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാതെ അത് ദൂരെയൊക്കെ നമുക്ക് അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല, ദൂരെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫോഗ് കാണാൻ പറ്റും. ചിലത് മതിലിങ്ങനെ അങ്ങോട്ട് നോക്കിയാലും പറയുമ്പോഴേക്കും അവിടെ വന്നിക്കണം, വേണ്ട, മതിലിങ്ങനെ ഷേപ്സ് കാണാൻ പറ്റും, അത്ര തന്നെ. അടുത്ത വീണ്ടും അയാൾ തന്നെ ഇട്ടേന്ന് തോന്നുന്നാണോ, നന്ദന ആണെന്ന് തോന്നുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ 8 തന്നെ, അതും 8 തന്നെ. ഓക്കെ, ചേച്ചിയുടെ വീഡിയോസിൽ കൺഫർമേഷൻ പോലെ ആരോടാ ഈ ചോദിക്കുന്നത്? മിക്ക വീഡിയോസിലും ഇത് ശ്രദ്ധിച്ചു. ഓരോ ടൈമിൽ ഓരോ ആൾക്കാരടുത്ത് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരോടായിരിക്കും, ചിലപ്പോൾ ഞാൻ വേറെ ആരോടെങ്കിലും ആയിരിക്കും, അങ്ങനെ ഒരാൾ കാണും. ഓക്കെ, അത്ര തന്നെ. ആരെങ്കിലും കാണൂടാ കൂടെ, അങ്ങനെ അത്ര. അതൊക്കെ ഇങ്ങനെ അത് പറഞ്ഞിട്ടത് കാര്യമില്ല, കാരണം ആൾക്കാർ ഓരോ രീതിയിൽ എടുക്കും. അപ്പം 9ാമത്തെ ക്വസ്റ്റ്യൻ, ചേച്ചി പറ്റുമെങ്കിൽ ചേച്ചി ഇപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ ഒരു ഹോം ടൂർ
ചെയ്യുമോ പ്ലീസ്, ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടാണ്. പറഞ്ഞാണ് ഞാൻ നിന്റെ അടുത്ത് ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു. ഒരു തവണ ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത്, ഈ വീട് കിടക്കുന്ന കോല കണ്ട നീ ഞെട്ടും. ഇവിടെ ഒന്നാമത് 2 കുരുപ്പുണ്ട്. ഇവിടെ 2 കുരുപ്പ്, 2 തലതെറിച്ച കുരുപ്പ്. എന്താ പറയാ, അവന്മാര് വെറുതെ ഇരിക്കത്തില്ലടാ. വൃത്തിയാക്കിയിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം അലങ്കോല. ആകെ ഈ റൂം മാത്രമേ ഉള്ളൂ എന്റെ കസ്റ്റഡിയിൽ നിൽക്കുന്നത്. അത് ഞാൻ വൃത്തിയിടാക്കും. വെളിയിൽ അവന്മാരാണെങ്കിൽ അകത്ത് എനിക്കാ ചാർജ്. അതെനിക്ക് ഇങ്ങനെ തോന്നണം, ഇതൊക്കെ വൃത്തിയാക്കിയിടണം. ചിലപ്പം ഈ ഏരിയ മാത്രം ഈ വീഡിയോ എടുക്കാൻ മാത്രം വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇത്രയും മാത്രം കണ്ടിട്ടുണ്ടായിരിക്കും ഷോർട്സിലും റീൽസിലൊക്കെ. ഞാൻ അത് ഏതെങ്കിലും ബ്രാൻഡൊക്കെ അയക്കുമ്പോൾ അതിന് വേണ്ടി എടുക്കണമല്ലോ എന്ന് ആലോചിച്ചെടുക്കുന്നത്. എങ്കിൽ എനിക്ക് എടുക്കാണ്ട്, അത് ഏറ്റവും വലിയ കോമഡി. എന്നിട്ട് ഈ വീഡിയോ എടുക്കണത്. അത് വിട്. അടുത്തത് എന്തായിരുന്നു? അപ്പം ഹോം ടൂർ ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇവിടെ ചെയ്യാനായിട്ട് ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഞാൻ വേണമെങ്കിൽ, എനിക്കറിയത്തില്ല, എപ്പോഴെങ്കിലൊക്കെ ചെയ്യാം. വർഷങ്ങൾ ഇനിയും കിടപ്പുണ്ടല്ലോ, എപ്പോഴെങ്കിലൊക്കെ ഞാൻ ചെയ്യാം. ഓക്കെ, അത്ര തോന്നുന്നു. മോളുടെ ആണെന്ന് തോന്നുന്നു. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര വയസ്സുണ്ട്, തനിക്ക് നമ്മൾ കാണാത്ത പലതും തനിക്ക് കാണാനുള്ള കഴിവുണ്ട്, അതൊക്കെ വീട്ടുകാർക്ക് അറിയാമോ, അവരൊക്കെ എന്താ പറയുന്നത്? രമ്യ 10ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, വീട്ടിൽ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എത്ര വയസ്സിട്ട് ഉണ്ട്. എനിക്കിപ്പം 21, 20 20 വയസ്സ്. 21 പറയാറാകുമ്പോൾ ഞാൻ പറയാം ബർത്ത്ഡേ കഴിയട്ട്. അപ്പോൾ 20 വയസ്സായി എനിക്കിപ്പം. എൻ്റെ വീട്ടിൽ അമ്മയച്ഛനുണ്ട്. പിന്നെന്താ, തനിക്ക് നമ്മൾ കാണാത്ത പലതും തനിക്ക് കാണാതെ, അവരെ അഭിപ്രായം എന്ന് പറയുമ്പം ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചിട്ടുള്ളൂ ഇവർക്ക് കാണാനുള്ള കഴിവ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പം അവർക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെയോ അറിയാൻ പറ്റും. ലൈക്ക് പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. എനിക്കപ്പം ഞാൻ പറഞ്ഞില്ല, ഈ 12ാം ക്ലാസ്സിൽ എനിക്കിത് കണ്ടുകൂടാം. +2 വെച്ചിട്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റും. അമ്മൂമ്മയുടെ മരണത്തിന് ശേഷമാണ്. ആ മരണം വരെയുള്ള സംഭവം എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനർജീസ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പം അതേപോലെ അമ്മയ്ക്ക് ഉണ്ട്. ഞാൻ പിന്നെ അധികം മൈൻഡ് ചെയ്യാൻ പോകാറില്ല. അവരിങ്ങോട്ട് ഇതേപോലെ മൈൻഡ് ചെയ്യാൻ വരാറില്ല. ചുമ്മാട. അപ്പം അവരെന്ത് പറയാനാ, എന്താ പറയാനാ, അനുഭവിക്കുന്നത് ഞാനല്ല. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അവർ ചെയ്തു തരാറുണ്ട്. ഒരുത്തൻ്റെ കമൻറ്റ് ഞാൻ കണ്ട്, ഇതൊക്കെ നമ്മുടെ അടുത്തിരുന്ന് പറയാതെ പോയ വീട്ടുകാരടുത്ത് പറയും. വീട്ടുകാരടുത്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണം. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയല്ല. ചില ആൾക്കാർക്ക് ആഗ്രഹം കാണത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനായിട്ട്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കേട്ടോണ്ടിരുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ അനുഭവങ്ങളുള്ള ആൾക്കാരുടെ വീഡിയോസ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയണം. അവരൊക്കെ എന്ത് പറയാൻ, അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, മലയാളത്തിലൊക്കെ പറഞ്ഞു കിടക്കും. അവർക്ക് ഭയങ്കര സപ്പോർട്ടാടാ, പ്രശ്നമൊന്നുമില്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും എൻറ്റൈറ്റി ആയിട്ട്, ഇത് കൊച്ചാണ് അല്ല, നന്ദന. നേരത്തെ നന്ദനയുടെ എന്തോ വായിച്ചു. നന്ദന തന്നെ, മറ്റേ ഏത് ഫോഗിലാണ് കാണുന്നതെന്നുള്ള. ക്ലോസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ പേടിയായില്ലേ ചേച്ചിക്ക്? നിങ്ങൾ വിചാരിക്കും എന്തൊരു ധൈര്യമായി കൊച്ചിന് ഇങ്ങനെയൊക്കെ കഥ വന്ന്, ഇതൊക്കെ സൂപ്പർ എന്ന് വിചാരിക്കും. നിങ്ങളെയും കാട്ടി പേടി എനിക്കുണ്ട്. ഈ പേടി കാരണം എനിക്കിതൊക്കെ വരണത്. മനസ്സിലായ? ലൈക്ക് ഈ പേടി ഉള്ളതുകൊണ്ട് ഇതൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും പേടിക്കാൻ നിൽക്കല്ലേ എന്നെ പോലെ. അപ്പോൾ എന്താ, ക്ലോസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ള ലാസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ് ഞാൻ ഒരു ക്ലോസ് കമ്മ്യൂണിക്കേഷൻ നടത്തിയത്. അതിൻ്റെ ഇതുവരെയ്ക്കും തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ പേരും നാളൊക്കെ കണ്ടുപിടിച്ചത് ആ ക്ലോസ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അപ്പം ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ സപ്പോർട്ടീവ് യുവർ ഫാമിലി ഈസ് ടുവേർഡ്സ് യുവർ വീഡിയോ ആൻഡ് ദ നെഗറ്റീവ് കമൻറ്റ്സ് ആൻഡ് ഓൾ, ആൻഡ് ഹൗ സ്ട്രോങ് ആർ യു ഇൻ റെസ്പോൺസ് ടു നെഗറ്റീവ് കമൻറ്റ്സ്? എനിവേസ് ലവ് യുവർ വീഡിയോസ്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ ആളുടെ ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ടായത് ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം ആ ടൈമിൽ പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യൻ വേറെ ആരും നല്ലത് ഇട്ടില്ല. ഹാഫീസ് പള്ളയ്ക്കൽ, ഹാഫീസ് എന്നില്ലേ ആയിരിക്കുമല്ലേ, സോറി കേട്ടാ തെറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ആരും പോകില്ല, സ്കിപ്പ് ചെയ്ത്. ഹൗ സപ്പോർട്ട് യുവർ ഫാമിലീസ്? എൻ്റെ ഫാമിലീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഇപ്പം എന്ത് കാണിച്ചാലും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം വീഡിയോ എടുക്കാനായിട്ടായാലും എൻ്റെ അടുത്ത് നെഗറ്റീവ് കമൻറ്റ്സ് ആദ്യം വന്നപ്പം അവർ ആക്ച്വലി മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഈ കമൻസ് ഒക്കെ നോക്കി വയ്ക്കാനായിട്ട്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ വീഡിയോ ഇട്, അത്ര തന്നെ, ബാക്കിയുള്ളവരെ ഒപ്പീനിയൻ കണ്ടിരിക്കണ്ടെന്നാണ് പറയുന്നത്. അവരങ്ങനെ കമൻസ്. ഞാൻ ഈ ഇടയ്ക്ക്
എനിക്കാണ് ഏതൊരു വീഡിയോയുടെ താഴെ ഭയങ്കര എന്നെ അച്ഛനേക്ക് പറഞ്ഞ ഭയങ്കര ഇഷ്ടം. പിന്നെ നൈസിലെടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഞാൻ പറ കണ്ട എനിക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളെ പ്രൗഡാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്നെ ചീത്ത വിളിക്കണം. എന്നെ കൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചോളതൊക്കെ വേറെ കോമഡി ആയിരുന്നത്. അയ്യോ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു കോളേജിലല്ലേ സ്കൂളിലല്ലേ എവിടെ ആയാലും ഇത് തന്നെ നിന്നെ കൊണ്ട്. ഞാൻ പറഞ്ഞു അപ്പം അതൊന്നും സീനില്ല, പറയണവര് പറയട്ടെ. എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ നീ എൻ്റെ അടുത്ത് അപ്പൊ ആദ്യമേ ചോദിച്ചു നീ എന്തായാലും ചീത്ത വിളിച്ചിട്ട് ഉണ്ടായിരിക്കുമല്ലോ തിരിച്ച്. ഞാൻ പറഞ്ഞു അഫ്കോഴ്സ്. അപ്പൊ അവരെ ഭയങ്കര സപ്പോർട്ടീവാണ് ഇതിലൊക്കെ. എന്താ പറയാ, നോന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഭയങ്കര സപ്പോർട്ടിങ് ലൈക്ക് എല്ലാ കാര്യത്തിലും. അപ്പൊ അത് കമന്റ്സിനായാലും ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അവര് വായിക്കാറില്ല. ഒന്നാമത്തെ ഞാൻ അയച്ചു കൊടുത്താൽ വായിക്കും. ഞാൻ പിന്നെ പിന്നെ ഞാനേ വായിക്കാറായി. ഞാൻ ഹൗ സ്ട്രോങ് ആർ യു ഇൻ റെസ്പോൺസ് ടു നെഗറ്റീവ് കമന്റ്സ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അത് എല്ലാ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറയുന്നത് കാരണം ഇവന്മാർ കൊണയ്ക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഇവന്മാർക്ക് ഈ കൊണ അടിക്കുകയും വേണം, എൻ്റെ വീഡിയോ ഫുള്ള് കാണുകയും വേണം. അതാണ് ഞാൻ ആദ്യം പറയണത്. സ്കിപ്പ് ചെയ്യുക, താല്പര്യമില്ലാത്തവരെ സ്കിപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, നീ ഇതിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് പറയാൻ ഇവിടെ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. എന്നാലും കുറയണം വന്ന് കൊണ അടിക്കുന്ന ആണോമാനും ഇല്ലാതെ. അത് എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ ഞാൻ ഇപ്പം മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ഇപ്പം സപ്പോർട്ട് ചെയ്യണവരെ മാത്രമേ മൈൻഡ് ചെയ്യുന്നുള്ളൂ. അതാ. താങ്ക് യു, നന്ദിയുണ്ട്. നല്ല നല്ല കമന്റ്സ് ഇടുന്നവരോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരാളെ ഹാപ്പി ആക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു ഹാർട്ട് ഇട്ടാലും അല്ലെങ്കിൽ ഒരു നല്ലൊരു കമന്റ് ഇട്ടാലും അല്ലെങ്കിൽ അവിടെ അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ കൊള്ളാം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇവിടെ കൊടുത്ത് തുള്ളിച്ചാടുക. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം അതിൻ്റെ വേണമെങ്കിൽ വീഡിയോ എടുക്കാം, കമന്റ്സ് വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കമന്റ്സ് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കമന്റ്സ് വായിക്കുന്നതിൻ്റെ വീഡിയോ ഇടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാ ഓരോ കമന്റിനും ഞാൻ റിയാക്ട് ചെയ്യണേന്നുള്ളത്. ജസ്റ്റ് അടുത്ത താങ്ക് യു ഹഫീസ്. കീപ് സപ്പോർട്ടിങ്. ഓക്കെ, ദ സ്റ്റോറീസ് യു ടെൽ ഈസ് ഒറിജിനൽ ഓർ മേഡ് അപ്പ് സ്റ്റോറീസ്. മറിയ എങ്ങനെയാടാ നിനക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ തോന്നിയത് മേഡപ്പ് ആണോ എന്ന്? ഞാൻ പറഞ്ഞില്ലേ, മേഡപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ വീഡിയോയുടെ ആദ്യം പറയും ഇത് എൻ്റെ സ്റ്റോറി അല്ല, ഞാൻ ഇത് ഒന്നുകിൽ എവിടെ നിങ്ങൾ സെർച്ച് ചെയ്തെടുത്തതാണെന്ന് എന്തെങ്കിലും പറയും. ഓക്കെ, ഞാൻ അങ്ങനെ ഇതുവരെയ്ക്കും ഞാൻ സെർച്ച് ചെയ്തെടുത്ത് സ്റ്റോറീസ് ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെയ്ക്കും. ഞാൻ ഒന്നുകിൽ എൻ്റെ സ്റ്റോറീസ് എനിക്കിടാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അന്നൊരു മൂഡില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആരെങ്കിലും ഷെയർ ചെയ്ത് എൻ്റെ ഇമെയിലിനകത്ത് അയച്ചിട്ടിട്ടുണ്ട് കുറച്ച് സ്റ്റോറീസ്. അതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് ഞാൻ വായിച്ച് പറയും. പിന്നെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് ഇതേപോലെ എക്സ്പീരിയൻസ് ഉള്ളത്, അവരെടുത്ത് ചോദിച്ചിട്ട് ഇതേപോലത്തെ സ്റ്റോറീസ് പറഞ്ഞുതരും. അങ്ങനെ അപ്പം അതാ ഞാൻ മേഡപ്പ് സ്റ്റോറീസ് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പ്രാന്താണടാ തലയിൽ കൂടെ വെറുതെ ഓരോ സ്റ്റോറീസ് ഇങ്ങനെ ഇന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി പറയാം. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതാണ് ബ്രോ, അറിയാം. സോ എനിക്കറിയാം ഓരോ ആൾക്കാർക്കും ഡൗട്ട് കാണും ഇതിപ്പോൾ മേഡപ്പ് ആണോ അല്ലേ എന്നുള്ള. എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. സീരിയസ്ലി. അമ്മ ആദ്യം എന്താ പഠിക്കുന്നേ നന്ദു? BBA സെക്കൻഡ് ഇയറിൽ. ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തു, ഒന്നും നോക്കിയില്ല. അത് കോളേജിലെ കുറച്ച് കാര്യങ്ങളായിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇപ്പം ഈ ഇടയ്ക്ക് എനിക്ക് TC കിട്ടിയത്. എന്നിട്ട് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, പോട്ട് പെട്ടാൽ അവിടെ നിന്ന് എനിക്ക് ഇറങ്ങാൻ TC കിട്ടിയത് എൻ്റെ ഭാഗ്യം. അത് ഞാൻ ലാസ്റ്റ് അവിടെ മുകളിലോട്ടൊക്കെ ഇത് അയച്ചിട്ട് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കുറേ അവിടെ കിടന്ന് സൂപ്പറായിരുന്നു. അതിൻ്റെ കുറേ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ വിട്. എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. ആർക്കെയിലൊക്കെ കോളേജിലൊക്കെ പോണതിന് മുമ്പേ എനിക്കൊന്ന് മെസ്സേജ് ഇടും, ഞാൻ പഠിച്ച കോളേജിൻ്റെ പേര് പറയും, ആ ഏരിയയിലോട്ടേ പോവില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണെന്നോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് 15ാമത്തെ. ചേച്ചി ഒരു റിക്വസ്റ്റ്, പത്തനംതിട്ട ഇളന്തൂർ നരബലി നടന്ന ഒരു പ്ലേസ് ഉണ്ട്, അവിടെ വിസിറ്റ് ചെയ്യുമോ? അവന്റെ പേര് ആശ്രമത്തിലെ സന്യാസിയോ വിന്നിസ്വാമി പേര്. എടാ നിനക്ക് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ നിനക്ക് സമാധാനാവുന്നില്ല. നിനക്ക് ഇങ്ങോട്ട് എന്നെ ഇനി അടുത്ത നരബലിക്ക് ഇരുത്തടാ. മനുഷ്യവിടെ ജീവിച്ചോടത് എനിക്കറിയാം. ഞാൻ ഇനി ഒരു സ്ഥലം പോയി വിസിറ്റ് ചെയ്തേണ്ട ഞാൻ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ആർക്കാ? ഇഫ് യു നോ യു നോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമ്മാതിരി ഏതെങ്കിലും സ്ഥലവും കൊണ്ടുവന്നോ കണ്ണുത്തി ഞാൻ പൊട്ടിക്കും നിന്റെയൊക്കെ. നീയൊക്കെ സബ് ചെയ്തോ ഇത്ര നേരം ഇരുന്നിട്ട്? സബ് ചെയ്തോ? ലൈക്ക് അടിച്ചോ? ഒരു കമന്റ് ഇട്ടോ സൂപ്പർ എന്ന് പറഞ്ഞിട്ട്? ഇല്ലെങ്കിൽ പറഞ്ഞോ ആ സ്റ്റോറി വേണം, അടുത്തത് ഇന്ന സ്റ്റോറി വേണം, ആ സ്വപ്നത്തിന്റെ സ്റ്റോറി വേണം. നിങ്ങൾക്ക് ആ ഡ്രീമിന്റെ സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രീം എന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അത് റിലേറ്റഡ് കമന്റ് ഇട്ടേരെങ്കിൽ അടുത്തത് പറ്റുവാണെങ്കിൽ അതിൻ്റെ ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, അപ്പം ഞാൻ ഇനി വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ ഇത്തിരി ബിസി ആയി പോണേന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറച്ച് കളറിംഗ് ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ കളർ അടിച്ച് തീർക്കണം. ഞാൻ എൻ്റെ ഒരു കളർ അടിച്ചിട്ട് കാണിച്ചിട്ടാവേ എല്ലാവരും എന്നിട്ട് പോയാൽ മതി. കൊള്ളാവോ?
അയ്യോ എന്ത് ചെയ്യാനാ. യൂട്യൂബിൽ നിന്ന് അടുത്ത കാശ് ഇട്ടിട്ടാണ് അടുത്ത കുറച്ച് കളറിംഗ് ബുക്ക് വാങ്ങാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. ഗീവ് അവ എന്തായാലും ഉണ്ടായിരിക്കൂടാ. ആരെയും ഞാൻ പറ്റിക്കുന്നില്ല. കുറച്ച് ഇതിൻ്റെ അറിയാലോ, ഇപ്പം ഞാൻ അപ്ഡേറ്റ് ആകുന്നില്ല, അതിൻ്റെ കുറച്ച് ടെൻഷനിലും കുറച്ച് സ്ട്രെസ്സിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 2 months ഞാൻ ഗീവ് അവേ കാണും. അപ്പോൾ സബ് ചെയ്ത് വെച്ചു കേട്ടോ. ബൈ.